എന്റെ ആലിസ, ഞാൻ ഉദ്ദേശിച്ചതല്ല നീ ഉദ്ദേശിക്കുന്നത്. ചായ കൊറേ നാളായി ഞാൻ ഈ അപമാനം സഹിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. സംഗതി സത്യമാണ്, ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. അത് ഈ നാട്ടുകാരുടെ മുന്നിൽ മൊത്തം കൊട്ടിക്കൊഴിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഡിഗ്രിക്കാരിയാണെന്ന് കള്ളം പറഞ്ഞിട്ടാണോ ഈച്ചാനെ കല്യാണം കഴിച്ചത്? അല്ലല്ലോ, ഈച്ചാന് പണ്ടേ അറിയാമായിരുന്നല്ലോ ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളെന്ന്. ഇപ്പൊ അതൊരു കുറവായിട്ട് തോന്നിയെങ്കിൽ എന്നെ എന്തിനാ കെട്ടിയത്? അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കല്ല വേണ്ടത്. എന്റെ പൊന്നെ ആലിസ, ഞാൻ പിന്നെയും പറയുന്നു, നീ ഉദ്ദേശിച്ചതല്ല ഞാൻ പറഞ്ഞത്, സത്യമായിട്ട്. അതെ, ഞാൻ പവിത്രനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യായമാണ്. ഇച്ചാനപ്പൊ തർക്കിക്കാൻ ഒന്നും കിട്ടിയില്ല. അപ്പൊ എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട് വേറൊരു കാര്യം എടുത്തിട്ട്, അതാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യം. ഇച്ചായൻ തന്നെ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ എത്രയോ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിപ്പുണ്ടെന്ന്. ഒരുപാട് പേരുടെ കഥ എന്നോട് പറഞ്ഞിട്ടില്ലേ? ആലിസ, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്കാവോ? ആലിസ, ഈ പവിത്രൻ എന്ന് പറയുന്ന ആള് 10ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. പവിത്രന്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസം പോലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ഭാര്യ വന്നാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പിന്നെയും പറയാം, സത്യമായിട്ട് ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്റെ പൊന്നു മോള് +2 ആയതുകൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇടി, ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോവാൻ നിനക്കറിയാവുന്നത് പോലെ ആർക്കാ അറിയാവുന്നത്? ഞാൻ അതുകൊണ്ടല്ലേ ഒരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് ഇങ്ങനെ നടക്കുന്നേ. ആണോ? ആണ്. അന്ന് ഇനി മേലെ ഇങ്ങനെയൊന്നും പറയരുത്. ഇല്ല, മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് വിദ്യാഭ്യാസം എന്ന് എങ്ങനെ പറഞ്ഞാ ഞാൻ ഇച്ചനോട് ജന്മത്തും മിണ്ടത്തില്ല. വിദ്യാഭ്യാസം പോയിട്ട് സ്കൂളൊന്നും പോലും ഞാൻ പറയത്തില്ല. അലിസോച്ചേ, ഡി, അവനൊരു നല്ല കാര്യത്തിന് കാശ് ചോദിക്കാൻ വന്നല്ലേടി മോളെ. നമുക്ക് സന്തോഷത്തോടെ അവന് 2000 രൂപ കൊടുക്കാടി. കൊടുക്കാം. നീ ചിരിച്ചോണ്ട് എന്റെ കൂടെ വാ. എടി, ഇതുപോലെ വഷളം ചിരിയല്ല. ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാം. സന്തോഷമായിട്ട് വാ. അടി. അല്ല പിന്നെ പവിത്ര, കാത്തു നിന്ന് എടുത്തോ. നമ്മൾ തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനുണ്ടായിരുന്നു. ഇല്ലടി, ഇത്ര നേരം കാത്തു നിന്നല്ലേ? നീ പവിത്ര നല്ലൊരു ചായ എടുത്തേ. എനിക്ക് നിങ്ങളുടെ ചായയും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിടാവോ? എന്തായാലും വേണ്ടെങ്കിൽ വേണ്ട. പവിത്രന് ഒരു നല്ല കാര്യത്തിന് പോവല്ലേ? 2000 ഉണ്ട്. തരാൻ ഇത്തിരി വൈകിയാലും കുഴപ്പമില്ല, കാര്യം നടന്നാൽ മതി. ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. കാര്യം നന്നായി നടക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അതെ അതെ. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. നാളെ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നില്ലെന്നങ്ങ് വെച്ചു. അല്ല, ദൈവം തമ്പുരാനായിട്ട് കൺമുന്നിൽ ഓരോന്ന് കാണിച്ചു തരാൻ നേരത്ത് അത് കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന എല്ലാം ഞാൻ അനുഭവിക്കേണ്ട വരത്തില്ലേ? അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നങ്ങ് തീരുമാനിച്ചു. അയ്യോ, അതെന്താ? വിവരവും വിദ്യാഭ്യാസവും കാശും ആരോഗ്യം ജോലിയും ഉള്ള നിങ്ങള് കഴിഞ്ഞ 10 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കിയ ഈ വഴക്ക് ഞാൻ കണ്ടോണ്ടിരിക്കുക. ഇനി ഇതൊന്നും ഇല്ലാത്ത ഞാൻ കല്യാണം കഴിച്ചിട്ട് വേണം ഞങ്ങളുടെ വീട്ടിൽ ഇനി പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്.